ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗോൾഡിലെ അഗ്രസീവ് എൻട്രീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ കുറച്ചുകൂടെ സേഫായ രീതിയിൽ എൻട്രി എടുക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സെയിം ഒരു ട്രേഡ് സെറ്റപ്പ് തന്നെ എടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ലെവൽസും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ഗ്രൂപ്പിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹയർ ടൈം ഫ്രെയിമായിട്ട് 50 മിനിറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് വേണ്ട കൺഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡ്യൂസ്മെൻറ്റും OBയും. ഇത് ഹയർ ടൈം ഫ്രെയിം 50 മിനിറ്റ് ആണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നത് 1 മിനിറ്റിലാണ്. അപ്പോൾ എൻട്രി കിട്ടിയതിന് ശേഷമുള്ള ചാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 1:3 ആറാണ് നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു എൻട്രി എടുത്തത്, എന്ത് കൺഫർമേഷനാണ് നമ്മൾ നോക്കിയിട്ടുള്ളതെന്ന് ഞാൻ ഈ ഒരു ചാർട്ട് എടുത്തതിനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ എൻട്രിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. ഈ ചാർട്ടിലേക്ക് നോക്കി, ഇത് ശരിക്കും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരേണ്ട ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ചോച്ചായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോച്ചായിട്ട് എടുക്കണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് എത്തണം. അപ്പോൾ ഇതൊരു 4 ഹവറിലെ ലിക്വിഡിറ്റിയിലേക്ക് വന്നതുകൊണ്ടാണ് ഈ 50 മിനിറ്റിലെ ലാസ്റ്റ് പുൾ ബാക്ക് ചോച്ചായിട്ട് മാർക്ക് ചെയ്തത്. ചോച്ച് മാത്രം കിട്ടിയാൽ പോരാ, നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ കിട്ടിയാലാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. അപ്പോൾ അതുപോലെ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയിനെ കട്ട് ചെയ്ത് ഹൈനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിം ആയ 50 മിനിറ്റിൽ നമുക്ക് വേണ്ട കൺഫർമേഷനൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോയിലൊരു ഓർഡർ ബ്ലോക്കും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ടെന്ന കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് 1 മിനിറ്റിലായിരുന്നു. 1 മിനിറ്റിലേക്ക് വരുമ്പോൾ ഒന്ന് അഗ്രസീവ് എൻട്രിയും വരുന്നുണ്ട്, പിന്നെ കുറച്ചും കൂടെ സേഫായിട്ട് കൺഫർമേഷൻ നോക്കി നമുക്ക് എൻട്രി എടുക്കാം. ഇനി അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇനി ഞാൻ ഈ ചാർട്ട് ഒന്ന് 1 മിനിറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഈ സെയിം ചാർട്ട് തന്നെ കേട്ടോ, 50 മിനിറ്റിൽ മാർക്ക് ചെയ്തേക്കുന്നത് ഈ സെയിം ചാർട്ട് തന്നെയാണ് 1 മിനിറ്റിലേക്ക് എടുത്തേക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞാൽ ഇവിടെ നമുക്ക് അഗ്രസീവ് എൻട്രിയും വരുന്നുണ്ട്, സേഫ് എൻട്രിയും വരുന്നുണ്ട്. അഗ്രസീവ് എൻട്രിയിലെ പ്രശ്നം എന്ന് പറയുന്നത് SLകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഈ അഗ്രസീവ് എൻട്രി നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത് നിഫ്റ്റിയിലാണ്. കാരണം ഗോൾഡിലേക്ക് നമുക്ക് ഈ അഗ്രസീവ് എൻട്രി നോക്കേണ്ട ആവശ്യവുമില്ല. നിഫ്റ്റിയിൽ DK അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അഗ്രസീവ് എൻട്രി നോക്കുന്നത്. അതുപോലെ ഇത് ഹയർ ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇത് ഹയർ ടൈം ഫ്രെയിമിലെ OB ആയിട്ടും മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി മാർക്ക് ചെയ്യുന്നത് ഇത് ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ്, 1 മിനിറ്റിലെ ട്രെൻഡ്. ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അഗ്രസീവ് എൻട്രി വരുന്നതെന്നും സേഫ് എൻട്രി എങ്ങനെ എടുക്കുക എന്നുള്ളതും പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് എത്തി. ഇതിന് ശേഷം ഒരു ചോച്ച് ബ്രേക്ക് ആയതിനു ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ അഗ്രസീവ് എൻട്രി നോക്കുന്നത് കൂടുതലായിട്ടും ഇല്ലേ. ലാസ്റ്റ് പുൾ ബാക്ക് എന്താണ് ചോച്ചായിട്ട് മാർക്ക് ചെയ്തു. ഇത് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിലേക്ക് എത്തിയില്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ ഇത് ചോച്ചായിട്ട് മാർക്ക് ചെയ്തു. ലാസ്റ്റ് പുൾ ബാക്ക് ചോച്ചായിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് കിട്ടി ഇല്ല, ഇൻഡ്യൂസ്മെൻറ്റും കിട്ടി. ഇവിടെ ഒരു OBയും കൂടെ ഉണ്ടെന്നിരിക്കട്ടെ. ഈ ഒരു ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിനെയാണ് അഗ്രസീവ് എൻട്രി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ. ഇതിനെയാണ് അഗ്രസീവ് എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു എൻട്രി സെറ്റപ്പിൽ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ SLകളുടെ എണ്ണം കൂടുതലായിരിക്കും. ലാസ്റ്റ് ദിവസം ഞാൻ ഈ ഒരു ചാർട്ട് ഷെയർ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് ഈ ഒരു ട്രേഡ് എടുത്തതിന് ശേഷമൊക്കെ ചാർട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും കൂടുതൽ ആളുകളും ഈ അഗ്രസീവ് എൻട്രിയാണ് നോക്കുന്നത്. ഈ അഗ്രസീവ് എൻട്രി നോക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നിഫ്റ്റിയിലേക്കാണ് നമ്മൾ ഈ അഗ്രസീവ് എൻട്രി നോക്കുന്നത്. ഗോൾഡിലേക്ക് വരുമ്പോൾ ഈ അഗ്രസീവ് എൻട്രീൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നില്ല, കാരണം അവിടെ SLകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ. ഇനി ഇവിടെ വന്നിട്ടുള്ള 2 കാര്യങ്ങളും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് പാതി കൺഫർമേഷൻ മാത്രമാണ്. ലാസ്റ്റ് പുൾ ബാക്ക് ചോച്ചായിട്ട് മാർക്ക് ചെയ്തു, ഒരു ഇൻഡ്യൂസ്മെൻറ്റ്. ഇതെന്താണ്, നമുക്ക് ബൈയിങ്ങിലേക്ക് നോക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇത് മാർക്കറ്റ് ബുള്ളിഷിലേക്ക് തന്നെ പോകണം എന്നുള്ളതിന് അത്ര നല്ലൊരു എൻട്രി ഒന്നും പറയാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴും ഓരോ പുൾ ബാക്കിലെ ലിക്വിഡിറ്റി എടുത്തായിരിക്കും എപ്പോഴും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ്, മാർക്കറ്റ് ബൈയിങ്ങിലേക്ക് പോകാൻ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കും, ചിലപ്പോൾ ഡൗൺ സൈഡിലേക്ക് വരാൻ ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് ഡൗൺ സൈഡിലേക്കും വന്നിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ മാർക്കറ്റ് എടുത്തേക്കുന്നത് ഈ ചോച്ചെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നതും ഒരു പുൾ ബാക്കിൽ ലിക്വിഡിറ്റി തന്നെയല്ലേ. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കും കൂടെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സ് ആയതാണെങ്കിലോ നമ്മളിവിടുന്ന് ബൈ ചെയ്യുമ്പോൾ നമുക്ക് SLൻ്റെ ഒരു SL ആയിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സേഫ് എൻട്രീസ് മാത്രം നോക്കുന്നത്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പാതി കൺഫർമേഷൻ കിട്ടിയപ്പോൾ ഇവിടുന്ന് ബൈയിലേക്ക് പോയി, ഇതെന്തായിട്ടുണ്ടാവും, വീണ്ടും ലോയിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു SL കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇത് വീണ്ടും BOS ആയിട്ടായിരിക്കും വരുന്നത്. 1 മിനിറ്റിലെ BOS ആയിട്ടല്ലേ വരുന്നത് അല്ലേ. 1 മിനിറ്റിലെ ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് ട്രെൻഡ് കണ്ടിന്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം എന്താണ്, ഇത് ചോച്ചായിട്ട് വരും. നമ്മൾ വീണ്ടും ഇവിടുന്ന് അഗ്രസീവായിട്ട് ബൈയിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലോ ഇതുപോലെ തന്നെ ലാസ്റ്റ് പുൾ ബാക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരേണ്ടത് ചോച്ചായിട്ട് മാർക്ക് ചെയ്യും. ഇൻഡ്യൂസ്മെൻറ്റിൽ വീണ്ടും എൻട്രി എടുക്കും. മാർക്കറ്റ് ഇവിടെ വരെ വരും, വീണ്ടും SLലേക്ക് തന്നെ പോകും. കാരണം മാർക്കറ്റിലെ ഒരു ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ്.
അപ്പോൾ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇതൊരു OB ഇവിടെ ഉണ്ടാവും. മാർക്കറ്റ് ചിലപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് താഴേക്ക് വരുന്ന പോലെ കാണിച്ച് വീണ്ടും വന്ന് ഈ ഒരു OBയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും ഡൗൺ സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ SLകളുടെ എണ്ണം ഒഴിവാക്കാനായിട്ടാണ് സേഫ് എൻട്രി നോക്കുന്നത്. ഇനി അതൊന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഈ മാർക്കറ്റ് വീണ്ടും ഈ ഒരു OBയിലേക്ക് എത്തിയെന്നിരിക്കട്ടെ. OBയിലേക്ക് എത്തിയതിന് ശേഷം നേരത്തെ പോലെ തന്നെ ലാസ്റ്റ് പുൾ ബാക്ക് എന്താണ്, ചോച്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ, ചോച്ചായിട്ട് തന്നെ മാർക്ക് ചെയ്തു. അതിനുശേഷം എന്താണ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ വന്നു. ഇപ്പോൾ നമുക്കിതെന്താണ്, ഇൻഡ്യൂസ്മെൻ്റ് ആണെന്ന് തന്നെയാണ്. നമ്മളിവിടുന്ന് അഗ്രസീവായിട്ട് എൻട്രി എടുക്കുന്നില്ല. ഒന്നും കൂടെ വെയിറ്റ് ചെയ്തിട്ട് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം എൻട്രി ചെയ്യാമെന്നോർത്ത് വെയിറ്റ് ചെയ്തു അല്ലേ. ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, ചോച്ചും ബ്രേക്കായി ഇൻഡ്യൂസ്മെൻറ്റും ബ്രേക്കായി. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു, ഇത് അഗ്രസീവായിട്ട് ഇങ്ങനെ എൻട്രി എടുക്കുമായിരുന്നു. ഇനി ഇവിടുന്ന് അഗ്രസീവായിട്ട് എൻട്രി എടുക്കുന്നില്ല. നമ്മളൊന്നും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ OBയിലൊക്കെ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു BOSും കൂടെ കിട്ടിയതിന് ശേഷമാണ് എൻട്രി എടുക്കുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ട്രെൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇല്ലേ. റിവേഴ്സലിൽ എല്ലാ കൺഫർമേഷനും നമുക്ക് കിട്ടി. നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താണ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാത്രമായിരുന്നു. അപ്പോൾ ആദ്യ കൺഫർമേഷനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് മൊത്തത്തിലുള്ളൊരു കൺഫർമേഷൻ 1 മിനിറ്റിലെ മൊത്തത്തിലുള്ളൊരു ട്രെൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഹയർ ടൈം ഫ്രെയിമിലേക്ക് വന്നു. അതിനുശേഷം എന്താണ്, ലാസ്റ്റ് പുൾ ബാക്ക് ചോച്ചായിട്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, BOS കിട്ടി. ഇപ്പോൾ ട്രെൻഡ് മൊത്തം കിട്ടിയതുകൊണ്ട് തന്നെ ഈ BOSൽ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ എൻട്രി എടുക്കാം. ഈ ചോച്ചിന് താഴെ ഈ BOS കിട്ടുമ്പോൾ അതിൻ്റെ ലോ എന്താണ്, ചോച്ചായിട്ട് വരും. അപ്പോൾ ഇതിന് താഴെ SLായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു രണ്ട് സെറ്റപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ അഗ്രസീവ് എൻട്രിയിൽ വരുവാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ് റേഷ്യോ കൂടുതലായിട്ട് കിട്ടും. ഇതിൽ RR ഇച്ചിരി കുറച്ച് കുറവായിരിക്കും. പക്ഷേ അഗ്രസീവ് എൻട്രിയിൽ SLകളുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. ഇതിൽ SLകളുടെ എണ്ണം വളരെ കുറവാണ്. ഡെയിലി 1-2 ട്രേഡൊക്കെ മാത്രമേ നോക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലാവുന്നില്ലേ. അഗ്രസീവ് എൻട്രിയിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി എത്ര ട്രേഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഈ സെയിം സെറ്റപ്പ് തന്നെ ഞാനൊന്ന് ചാർട്ടിലേക്ക് എടുത്ത് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ആ ഗോൾഡിൻ്റെ ചാർട്ട് വീണ്ടും 1 മിനിറ്റിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ 50 മിനിറ്റിൽ ഇൻഡ്യൂസ്മെൻറ്റ്. ഇത് 50 മിനിറ്റിൽ OB ആണ്. ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റിലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയ പോലെ അഗ്രസീവ് എൻട്രി നോക്കുകയാണെങ്കിലോ, ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ചോച്ച് ബ്രേക്ക് ആയിട്ടില്ല, ഇവിടെ നിന്ന് ചോച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇത് ചോച്ച് ബ്രേക്കായി 1 മിനിറ്റിൽ കേട്ടോ. അതിനുശേഷം എന്താണ്, ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു അല്ല, ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു OB ഉണ്ട്. നമ്മളിവിടെ പോയിട്ടൊരു ബൈ എൻട്രി എടുക്കുന്നു. സംഭവിക്കുന്നത് എന്തായിരിക്കും, ഇവിടുന്ന് ട്രെൻഡ് ഒന്ന് കയറിപ്പോയതുപോലെ കാണിച്ചിട്ട് വന്ന് SL ഹിറ്റായിട്ടുണ്ട്. കാരണം എന്താണ്, മാർക്കറ്റ് ഈ ഒരു ട്രെൻഡാണ് ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ ഒരു SL കിട്ടി. വീണ്ടും നമ്മളെന്താക്കും, അഗ്രസീവ് എൻട്രി എടുക്കാനായിട്ടാണെങ്കിൽ വീണ്ടും ലാസ്റ്റ് പുൾ ബാക്ക് ബ്രേക്ക് ആയപ്പോൾ ചോദിച്ച് മാർക്ക് ചെയ്തു. ശേഷം എന്താണ്, നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് OBയിലേക്കൊക്കെ വരുമ്പോൾ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ നിന്നൊരു OB അല്ലെങ്കിൽ ഈ ഏറ്റവും ലോ തന്നെ ഇരിക്കട്ടെ, ഇത് 1 മിനിറ്റിലൊരു OB ആയിട്ട് മാർക്ക് ചെയ്ത് വീണ്ടും വന്ന് എൻട്രി എടുത്തു. അതും SL തന്നെയായിരിക്കും. കാരണം ഇതും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നപ്പോൾ മേജർ പുൾ ബാക്കിൽ ലിക്വിഡിറ്റി എടുത്ത് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതുപോലത്തെ SLകളൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ആ ഒരു സേഫ് എൻട്രീൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ അല്ലേ. ഇനി ഈ ലാസ്റ്റത്തെ OB ഹയർ ടൈം ഫ്രെയിമിലെ OB ആണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് വന്നതിന് ശേഷമുള്ള കൺഫർമേഷൻ നോക്കി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റ് പുൾ ബാക്ക് ചോച്ചായിട്ട് മാർക്ക് ചെയ്തു. അതിന് ശേഷം എന്താണ്, ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. നമ്മളിവിടുന്നും അഗ്രസീവ് എൻട്രി എടുക്കുന്നില്ല. ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഏറ്റവും ലോയിൽ OB മാർക്ക് ചെയ്തു. ഇവിടെ 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ അല്ലേ. 1 മിനിറ്റിൽ ഒരു OB മാർക്ക് ചെയ്തു. അതിനുശേഷം എന്താണ്, നമ്മൾ അഗ്രസീവ് എൻട്രി നേരത്തെ പോലെ ഇവിടെ നിന്ന് എടുക്കാതെ വീണ്ടും വെയിറ്റ് ചെയ്ത് BOSന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു. അതിന് ശേഷം BOSും നമുക്കിവിടെ കിട്ടി. BOS ഇവിടെ കിട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു BOS കിട്ടുമ്പോൾ എൻട്രി എടുക്കുന്നു, ചോച്ചിന് താഴെ SL കൊടുക്കുന്നു. ഇതെന്താണ്, ചോച്ചിന് താഴെ SL കൊടുക്കുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ശരിക്കും ചോച്ചിലേക്ക് വന്നിട്ടില്ല കേട്ടോ, ഞാനത് ഒരു ടൂൾ വെച്ചൊന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ്. ഓക്കെ അല്ലേ. ക്യാൻഡിൽ ഇവിടെ വരെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലിക്വിഡിറ്റി ഏരിയ ഏതായിരിക്കും, അത് ഞാൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഒരു ചെറിയ സെല്ല് വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി കൺഫർമേഷൻ കിട്ടിയത്. അതുപോലെ നെക്സ്റ്റ് ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അത് നമുക്ക് ചാർട്ടിലേക്ക് തന്നെ നോക്കാം. ഇതിപ്പോൾ 50 മിനിറ്റിലല്ല എടുത്തേക്കുന്നത്. 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ ഇവിടെ നിന്നാണ് ചെറിയൊരു സെല്ല് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഒരു ടാർഗറ്റായിട്ട് ഉണ്ടായിരുന്നു. 1:3 RR നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇനി ഇതിൽ നോക്കേണ്ട ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ 1 മിനിറ്റിലെ ട്രെൻഡ് എല്ലാം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ അല്ലേ, ചോദിച്ചിന് താഴെ എസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രേഡ് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ടാർഗറ്റിലേക്കും പോയിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമുക്ക് ഒരു ഫസ്റ്റ് എൻട്രി എസ്സിലാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഇതുപോലെ ചാട്ടൊന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു എൻട്രി കിട്ടിയത് BOSലാണ്. അല്ല, BOS കട്ടായപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. ഇനി മാർക്കറ്റ് ഇവിടുന്ന് തന്നെ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ കയറി പോകണമെന്നില്ല. കാരണം ഈ 1 മിനിറ്റിലെ ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ നമുക്കറിയാം ചില ടൈമിൽ ചോച്ചിലേക്കൊക്കെ വന്നിട്ടായിരിക്കും വീണ്ടും പോകുന്നത്. അപ്പോൾ അതുപോലെ വരുവാണെങ്കിൽ ചോച്ചിന് താഴെ നമ്മൾ എസ്സിൽ കൊടുക്കുന്നതുകൊണ്ട് എന്തായിരിക്കും, നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഒരു റീ എൻട്രി നോക്കുന്നതെന്ന് പറയുന്നത് ഈ ചോച്ചിലേക്ക് വന്നതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOSും കൂടെ കിട്ടുവാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ട്രേഡും കൂടി ആയിരിക്കും ഇവിടെ നോക്കുന്നത്. കാരണം ഈ ചോച്ച് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ഏരിയ ആയിട്ടാണ് വരുന്നത്. 1 മിനിറ്റിലെ ചോച്ച് 5 മിനിറ്റിലെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ബയ്യിങ്ങിലേക്ക് തന്നെയായിരിക്കും നോക്കുന്നത്. അത് ഞാൻ ആ ചാർട്ടിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പോൾ 1 മിനിറ്റിലെ BOSും കിട്ടി, ചോച്ചും കിട്ടി. മാർക്കറ്റ് ആ ചോച്ചിന് അടുത്ത് വരെ വന്നു. കാരണം ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിരുന്നു. ഏറ്റവും ലോയിൽ ഇൻഡ്യൂസ്മെൻറ്റ്, ചോച്ചിന് അടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റ് വരെ വന്ന് എടുത്തിട്ടാണ് വീണ്ടും മുകളിലോട്ട് പോയത്. ഇതിൻ്റെ സ്ട്രാറ്റജി ഞാൻ യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. 1 മിനിറ്റിലെ ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കൗണ്ടർ ട്രെൻഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൗണ്ടർ ട്രെൻഡാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു ലോയിനെ ചോച്ച് ബ്രേക്ക് ആയിരിക്കട്ടെ. ചോച്ച് എന്ന് പറയുമ്പോൾ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആയിട്ടാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചോച്ച് ഇവിടുന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. ഞാനത് ഒരു ടൂൾ വെച്ചൊന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ചോച്ച് ബ്രേക്കായി. അതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നില്ലേ? ഇല്ല, 1 മിനിറ്റിലെ ഇൻഡ്യൂസ്മെൻ്റ് ആണിത്. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ BOS കിട്ടുവാണെങ്കിൽ നമ്മൾ അടുത്ത എൻട്രി ഇവിടെ നിന്നായിരിക്കും നോക്കുന്നത്. ഓക്കെ ആവുന്നില്ലേ? ഇതുപോലെയാണ് നമ്മൾ റീ എൻട്രി വീണ്ടും പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചോച്ചിലേക്ക് വന്നിട്ടില്ല. ഓക്കെ അല്ലേ. ചോച്ചിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ തന്നെ വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ അടുത്തൊരു ട്രേഡും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ചോച്ചിലേക്ക് വന്നിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ചോച്ചിലേക്ക് വന്നിട്ട് നമുക്ക് ഈ ഒരു ട്രേഡും നോക്കാനായിട്ട് പറ്റുമായിരുന്നു. പിന്നെ ഈ ഒരു സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ SLൻ്റെ വലിപ്പം വളരെയധികം കൂടുതലും, ഇതിൽ നോക്കുകയാണെങ്കിൽ SLൻ്റെ വലിപ്പം തീരെ കുറവാണ്. അപ്പോൾ ഈ ഒരു BOS എൻട്രി നോക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടുപോയി കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെ മനസ്സിലായിക്കോളും. പിന്നെ ഈ സെറ്റപ്പ് ഒന്ന് ചാർട്ടിലേക്ക് മാർക്ക് ചെയ്ത് നോക്കിയാലും മതി. നമുക്ക് ലാസ്റ്റ് ദിവസം കിട്ടിയിട്ടുള്ള ട്രേഡെല്ലാം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും കൂടെ ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.